നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതം സക്സസ് ആയിട്ട് നമ്മൾ ഉയരങ്ങളിലേക്ക് എത്താന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും എല്ലാവരും ഇപ്പം ജീവിക്കുന്നതും പ്രയത്നിക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഡ്രീംസ് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ചില ആൾക്കാർക്ക് വളരെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും. എന്നാൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദിച്ചാൽ ഒരുപാട് സക്സസ് ആയിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നേടിയിട്ടുള്ള ആൾക്കാരായിട്ട് ജീവിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി മാത്രമല്ല, പക്ഷേ സാമ്പത്തികമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബാക്കി എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ക്ലിയർ ആയിട്ട് പോകണമെങ്കിൽ സാമ്പത്തികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇന്ന് പണിയെടുക്കുന്നതും അല്ലെങ്കിൽ പഠിക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതം സക്സസ് ആക്കാനും ഒരുപാട് പണം സമ്പാദിക്കാനും അതേപോലെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് നമ്മുടെ ഓരോന്നും മാറ്റിയിട്ട് നമ്മൾ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചായിട്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും സക്സസ് ആകുക എന്നുള്ളത് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനെ നമ്മൾ പ്രയത്നിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു ജീവിതം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് തന്നെ നമുക്കൊരു വലിയൊരു ചാലഞ്ചാണ്, നമ്മുടെ ഒരു വലിയ സക്സസ് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ ജീവിത നിലവാരം ഉയർത്തി കൊണ്ടുപോകുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന 3 ഘട്ടങ്ങളാട്ടോ. ഈ 3 ഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് സക്സസ് ആയിരിക്കും, മസ്റ്റായിട്ട് സക്സസ് ആയിരിക്കും. അല്ല 3 കാര്യമാണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പ്രോപ്പർലി മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ സക്സസ് ആവുന്നത് നമുക്ക് നല്ല രീതിയിൽ സമ്പാദിക്കുക അതൊക്കെയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും സക്സസ് ആവുക എന്നുള്ളത് മസ്റ്റാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് മുമ്പിലേക്ക് എത്തി നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ നേടിയ സമയത്ത് ഫിസിക്കലി നമ്മൾ വീക്ക് ആണെങ്കിൽ, നമ്മൾ മെന്റലി വീക്ക് ആണെങ്കിൽ ഈ നേടിയതൊന്നും അല്ലാതാവും. അതുകൊണ്ട് തന്നെ ഇതും കൂടെ ഓർത്ത് തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ സക്സസിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ക്ലാരിറ്റി. നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതിനുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. അത് മസ്റ്റാട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒഴുക്കിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിപ്പം പോകുന്ന ഓളത്തിലല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിന് ഒരു ക്ലാരിറ്റി ഉണ്ടാകുക എന്നുള്ളതാണ്, നിങ്ങളുടെ മുന്നിൽ ഒരു ഗോൾ ഉണ്ടാകുക എന്നുള്ളതാണ്. നമുക്ക് ഒരു ഗോളിനെ നമ്മൾ മുന്നോട്ട് വെച്ച് അതിനെ സക്സസ് ആക്കാൻ മുന്നോട്ട് സക്സസ് ആക്കി ഓരോ അതിന് വേണ്ടി ഓരോ പൊസിഷൻസ് എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ സക്സസ് ആവുക എന്നുള്ളത്. അല്ലാതെ ഇന്നൊരു കാര്യം നാളെ വേറൊരു കാര്യം ഈ ഒരു രീതിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും സക്സസ് ആവില്ല. പലപ്പോഴും പറയാറില്ലേ, നമുക്ക് ഓരോരുത്തർക്കും ഒരു നീഷ് ഉണ്ടാവണം, നമുക്കൊരു കാര്യത്തിലേക്ക് ഒരു ഫോക്കസ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം സക്സസ് ആവുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു കാര്യം ക്ലാരിറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ള ക്ലാരിറ്റിയാണ് നിങ്ങൾ വരുത്തേണ്ടത് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പൊതുവെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മുമ്പ് ഒരു അഡ്വക്കേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ആയിരിക്കാം, അവരൊക്കെ പറയുന്നില്ലേ, അവർക്ക് ആ ഒരു ജോലി അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ബേർഡൺ ആണ്. അവരത് ജീവിക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എടുത്ത ഒരു കാര്യമാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ച ഒരു സ്കില്ല് എന്ന് പറയുന്നത് ആക്ടിങ് ആണ്. അതിലേക്ക് വരികയും അവർ ഒരുപാട് സക്സസ് ആയിട്ട് അവരുടെ ലൈഫ് സക്സസ് ആയിട്ട് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതിന് നിങ്ങളൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയാണ്, ഒരു സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു നീഷ് കണ്ടെത്തി നിങ്ങളുടെ ഒരു ക്ലാരിറ്റി, നിങ്ങളുടെ ലൈഫിനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നീടുള്ള നിങ്ങളുടെ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയല്ല നിങ്ങൾ പ്രയത്നിക്കാൻ പോകുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് ജീവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓൺ ആയിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കാം. പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ ഒരു കാര്യം എടുത്തു, നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, നിങ്ങൾ ആ ക്ലാരിറ്റി അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ, ഒരുപാട് കഷ്ടങ്ങൾ വരും. ആ കഷ്ടങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടു പോകരുത്. നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണം നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾക്ക് ഒരു വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലല്ല, ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലായാലും എന്തൊരു വിജയമാണെങ്കിലും ഒരുപാട് തോൽവി എന്ന് പറയുന്ന പടി ചവിട്ടി മാത്രമേ ആ വിജയത്തിൽ എത്താൻ പറ്റുള്ളൂ. ഒരുപാട് സീക്രട്സ് ഉണ്ട് ഒരു വിജയത്തിലേക്ക് എത്താൻ വേണ്ടി. ഒരു മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, അതേപോലെ തന്നെ അവർ ഭയങ്കര ഹോണസ്റ്റ് ആയിരിക്കണം, മറ്റുള്ളവരുടെ കമ്പയർ ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ജീവിതത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ഡ്രീമിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. അതിനായിട്ടുള്ളൊരു വളരെ
പവറായിട്ടുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് ആദ്യമായിട്ട് നിങ്ങൾക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റണം നിങ്ങളുടെ ജീവിതത്തിൽ. ഒരുപാട് പ്രതിസന്ധികൾ വരാം, ഒരുപാട് കാരണങ്ങൾ വരാം. ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളെടുത്ത കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ എന്ത് കാര്യം വന്നാലും നിങ്ങളുടെ ഒരു ഓൺ ഡിസിഷൻ ഉണ്ട്. അത് നിങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. പലപ്പോഴും പതറിപ്പോവാറുണ്ട് പലരും പല സിറ്റുവേഷൻസ് വന്നാലും. അങ്ങനെ പതറിപ്പോവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസ്സിലേക്ക് എത്താൻ പറ്റില്ല. നിങ്ങളുടെ സക്സസ്സിലെ ഏറ്റവും വലിയ സീക്രട്ട് ആണെന്നുള്ളത് നിങ്ങൾ ഭയങ്കരമായിട്ട് ബോൾഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. നിങ്ങളുടെ ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റണം. നിങ്ങളൊരു ക്ലാരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട എന്ത് വന്നാലും നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻസ് നിങ്ങൾ അതുപോലെ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ജീവിതം അത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ക്വാളിറ്റീസ് ആ സമയത്ത് വരും കേട്ടോ. ഇനി മൂന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോഴും പലരും വീണ്ടും പോകുന്നത് ഈ ഒരു സിറ്റുവേഷൻസിലാണ്. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യില്ല. കംപ്ലീറ്റ് യുവർ വർക്ക് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായി, നിങ്ങളുടെ എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി തുടങ്ങി, എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തോറ്റുകൊണ്ടേയിരിക്കും. തോൽവി എന്തായാലും തോൽക്കാനുള്ള ഭയമില്ലാത്തവൻ മാത്രമേ വിജയിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ തോൽവി ജീവിതത്തിൽ എന്തായാലും ഉണ്ടാവും. ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ എപ്പോഴായാലും എന്തെങ്കിലുമൊക്കെ ഒരു ഫെയിലിയർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഫെയിലിയർ വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പലപ്പോഴും സഡൻലി സ്റ്റോപ്പ് ആവും, മതി ഇത് തീർന്നു. അങ്ങനെയാണ് പലപ്പോഴും പലർക്കും സക്സസ് ആവാൻ പറ്റാത്തത്. അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ അവരിങ്ങനെ അതവിടെ ഇട്ടിട്ട് മുന്നോട്ട് പോകും. അപ്പം നിങ്ങളത് വല്ലാതെ ബാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. അത് എത്ര ജീവിതം മുന്നോട്ട് പോയാലും എത്ര വർഷങ്ങൾ കടന്നു പോയാലും ഞാനത് കംപ്ലീറ്റ് ചെയ്യും, എൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് അത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾ തോറ്റു പോകത്തില്ല. അപ്പോൾ നിങ്ങളുടെ എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഈ നമ്മൾ വലിയ ഇപ്പം അംബാനിയുടെ ഫാമിലി പറയാം, അവരുടെ മക്കൾക്ക് ഭാഗ്യം ചെയ്ത ആൾക്കാരാണെന്നുള്ളത്. ഈ അംബാനി, മുകേഷ് അംബാനി, അങ്ങനെ എല്ലാ ആൾക്കാരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്തിട്ടാണ് അവർ ഇന്ന് സക്സസ് ആയിട്ടുള്ളത്. അവരുടെ മക്കൾ ഒരിക്കലും ഭാഗ്യം ചെയ്തവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരിപ്പോൾ ജീവിക്കുന്നത് നല്ല ലക്ഷറി ലൈഫാണ്. പക്ഷേ അംബാനിയുടെയൊക്കെ ഒരു കാലശേഷം ഇവർ നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് ആ വർക്കിനെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫും എന്താ പറയുക താഴേക്ക് പോകും. ഓരോരുത്തർക്കും അവനവൻ നിൽക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അതിൻ്റെ മുകളിലേക്ക് കയറുന്നതാണ് സക്സസ്. അല്ലാതെ നമുക്ക് ഇവിടെ നോക്കി കാണുമ്പോൾ അവർ ഒരേ ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് സക്സസ് ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ അവരുടെ ലൈഫിൽ അത് സക്സസ് അല്ല. അവർ ഓരോ പടി കയറുമ്പോഴാണ് സക്സസ്. അപ്പം എല്ലാവരും സ്വന്തമായിട്ടാണ് എല്ലാവരും സക്സസ്സിലേക്ക് എത്തുന്നത്. ഇപ്പം ഞാൻ എന്ത് പറയാം, എൻ്റെ അച്ഛന് ഒരുപാട് ഉണ്ടായി, ഞാൻ ഇവിടെ നിൽക്കുമ്പം ഞാനത് ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ഞാൻ ചെയ്യുന്ന വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ സക്സസ് ആവുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഫ്ലോപ്സ് വരുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് പോണ സമയത്ത് നിങ്ങൾ വിചാരിക്കാറുണ്ടാവും, ഇനി മതി, ഇത് നടക്കുന്ന കാര്യമൊന്നുമില്ല, ഇത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യമില്ല എന്ന് തീരുമാനിച്ച് നിങ്ങൾ ബാക്കോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തോറ്റു പോകും കേട്ടോ. നിങ്ങൾക്ക് ഒരിക്കലും സക്സസ്സിലേക്ക് എത്താൻ പറ്റില്ല. ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ലൈഫ് ലോങ് ഉള്ളൊരു ഘട്ടമാണ്. ഈ വർക്ക് നിങ്ങൾ കംപ്ലീറ്റ് നമ്മൾ ചിലപ്പോൾ നമ്മളിപ്പം ഒരു ഫോർ എക്സാമ്പിൾ പറയാം, നമുക്കിപ്പോൾ 1 കോടി സമ്പാദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സക്സസ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയിൽ നിന്ന് നിങ്ങളത് സക്സസ് അല്ല. ആ രൂപയിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മേലെ ഒരു പടി ഉണ്ടാവണം. അതാണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. ലൈഫിൻ്റെ എൻഡ് വരെ നിങ്ങൾ മുന്നോട്ട് ചവിട്ടി പോകേണ്ട ഒരു കാര്യമാണ് സക്സസ് എന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു അൾട്ടിമേറ്റ് ഗോളുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് വിചാരിക്കുക. എനിക്കതിപ്പം 60 kg ആണ് എൻ്റെ നോർമൽ വെയിറ്റ് എന്ന് വിചാരിക്കുക. ആ ഒരു സംഭവത്തിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള കാര്യം. പക്ഷേ ജീവിത വിജയം എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ സക്സസ് ആകുന്നത് ഓരോ പടിയും നമ്മൾ കയറിക്കൊണ്ട് നമ്മൾ മരിക്കുന്നിടത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ഒരു കാര്യത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു കാര്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അല്ലാതെ നമ്മൾ എവിടെയും സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൊരു ജീവിതമല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. സക്സസ് എന്ന് പറയുന്നത്, സക്സസ് ആവാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ട്, നമ്മുടെ ഡിസിഷൻസൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ വർക്ക് നമ്മൾ ഇഷ്ടത്തോടെ മുന്നോട്ട് പോവാണ്.
പലപ്പോഴും ഞാൻ എടുക്കുന്ന ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയാം, ഞാനെടുക്കും പലപ്പോഴും ഇരുന്ന് പോയ സമയങ്ങളുണ്ട്. എനിക്ക് ഇനി ഇത് പറ്റില്ല, ഞാൻ തോൽക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം. എന്നിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് 2 ദിവസം അടങ്ങിയിരുന്ന 3-ാമത്തെ ദിവസം ഞാൻ എഴുന്നേക്കും. എന്താണെന്നറിയോ? ഞാൻ ഒരു ക്ലാരിറ്റിയോട് കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിൽ നമുക്ക് തോൽവി കിട്ടുമ്പോൾ നമ്മൾ 1 മിനിറ്റൊക്കെ അല്ലെങ്കിൽ 1 ദിവസം 2 ദിവസം അല്ലെങ്കിൽ 1 വീക്കൊക്കെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്തിരിക്കുമായിരിക്കും. പിന്നീട് നമ്മുടെ ഉള്ളിലേക്ക് ഐഡിയാസ് വന്നിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കും. അതിനാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു ക്ലാരിറ്റി. നിങ്ങൾ എന്ത് ഗോളാണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു ക്ലാരിറ്റി വരുത്തിയിട്ടായിരിക്കണം ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇരുന്ന് പോയാലും ചിലപ്പോൾ കുറച്ച് സമയം നിങ്ങൾ ഇരുന്നാലും പിന്നീട് നമ്മൾ ഓടി ഇതിലേക്ക് തന്നെ വന്നിട്ട് നമ്മൾ പിന്നെയും പ്രവർത്തിച്ചുകൊണ്ട് തുടങ്ങിക്കൊണ്ടേയിരിക്കും. മനുഷ്യ മനസ്സാണ്, ഒരിക്കലും നമുക്ക് എപ്പോഴും എനർജറ്റിക് ആയിട്ട് പോകാൻ പറ്റില്ല. നമ്മൾ വീണ് പോകുന്നിടത്ത് നമ്മൾ ചിലപ്പോൾ തളർന്നു പോകാം നമ്മുടെ മനസ്സ്. പക്ഷേ നമ്മൾ ജീവിതത്തിലേക്ക് പിന്നെയും നമ്മൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ഈ ഒരു 3 ഘട്ടവും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു പ്രോസസ്സിൽ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവലി നിങ്ങളുടെ വ്യത്യാസം കാണാൻ പറ്റും കേട്ടോ. അല്ലാതെ സക്സസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, അതിനൊരു എൻഡ് ഇല്ല. അത് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഗ്രാജുവലി നിങ്ങളുടെ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടും. ആ ഹാപ്പിനെസ് തന്നെ നിങ്ങൾക്ക് ഇനിയും പ്രയത്നിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്തിലേക്ക് സ്ഥായിയായിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ലൈഫ്, ഇങ്ങനെയാണ് എൻ്റെ ലൈഫ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് പ്രയത്നിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതോടൊപ്പം സ്മാർട്ട് വർക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗ്രാജുവലി ഒരു വ്യത്യാസം നിങ്ങളുടെ ലൈഫിൽ കാണാനും പിന്നീട് നിങ്ങളുടെ ലൈഫ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനും സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ 3 ഘട്ടങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.